നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 756 756. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 756. ഇന്ന് 27-ാം സർഗം. ബദ്ധനും മുക്തനും. ബദ്ധനാര് മുക്തനാര് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് 26-ാം ശ്ലോകം സർഗം അവസാനിക്കുമ്പോൾ ഈശ്വരോപാസന എന്നുള്ള അധികഘനമായിട്ടുള്ളത് കഴിഞ്ഞത്. അതിൽ 23-ാമത്തെ ശ്ലോകം എന്തായിരുന്നു? അവർ തൻ ദിനചര്യയും ശരിക്കവരെ കണ്ടറിയേണ്ട മാർഗവും അറിവാൻ കൊതി പൂണ്ട ഭക്തനോടരുൾ ചെയ്താൻ അരവിന്ദലോചനൻ. ഭഗവാൻ ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ എന്ന് ഉദ്ധവരെ പറഞ്ഞ് മനസ്സിലാക്കി. അതാണ് ഇനി വരാൻ പോണത്. 27-ാം സർഗം ബദ്ധനും മുക്തനും. ബന്ധമോക്ഷങ്ങളിവയൻ ത്രിഗുണോപാധി മൂലമാം. ബന്ധമോക്ഷങ്ങൾ, ബന്ധവും മോക്ഷവും ഇവ എൻ ത്രിഗുണോപാധി മൂലം. പ്രകൃതിയുടെ ഗുണങ്ങളാകുന്ന തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം കാരണമാണ്. സത്യത്തിൽ ഭഗവാൻ ആരാ? ഗുണാതീതനാണ്. ഗുണങ്ങൾക്ക് മേലെയാണ്. പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് മേലെയാണ്. അപ്പോൾ എനിക്കില്ല അവൻ എന്മായ വിരചിക്കുവതാകയാൽ. എനിക്കത് ബാധകമല്ല, നിങ്ങൾക്ക് ബാധകമാണ്. മനുഷ്യന്മാർക്ക് ബന്ധമോക്ഷങ്ങളിവയൻ ത്രിഗുണോപാധി മൂലമാം. എനിക്കില്ല അവയന്മായ വിരചിക്കുവതാകയാൽ എന്നാണ് പറഞ്ഞത്. അതായത് ബിവെയർ ഓഫ് ഡോഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഡോഗ് ആരേനെ പേടിക്കേണ്ടത്? ആരെ പേടിക്കേണ്ടത്? ഡോഗിനെ പുറമെയുള്ളവരെ. അതിൻ്റെ ഉടമസ്ഥന് പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ മായ ഭഗവാന്റെയാണ്. അതുകൊണ്ട് മായയുടെ ഗുണങ്ങളാകുന്ന ത്രിഗുണങ്ങൾ ഭഗവാനെ ഏൽക്കില്ല. ജീവനു പോലും ഈ ബന്ധമുണ്ടായിട്ടില്ലൊരിക്കലും. ജീവൻ ബ്രഹ്മാണ്. അതിനും പക്ഷേ നമ്മൾ കർത്തൃത്വവും ഭോക്തൃത്വവും സ്വീകരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ജീവനു പോലും ഈ ബന്ധമുണ്ടായിട്ടില്ല ഒരിക്കലും. ഉണ്ടെന്നു തോന്നിയിടുവതോ ദേഹോപാധി നിമിത്തമാം. ഞാൻ ദേഹമാണ്, എൻ്റെ ഈ ശരീരം എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും. അവിടെയാണ് തെറ്റ്. ഈ ശരീരം നമ്മുടെ ആണോ? അല്ല. ഏതാനും ക്രിമികൾക്ക് ഭോജ്യമാവേണ്ടതും നായ ചെന്നായ മുതൽക്ക് തീറ്റയാവേണ്ടതും ഒരു പിടി ചാരമാവേണ്ടതുമാണ്. അതെങ്ങനെ നമ്മുടെ ആവുക? അപ്പം തെറ്റിദ്ധാരണയാണൊക്കെ. ഉണ്ടെന്നു തോന്നിയിടുവതോ ദേഹോപാധി നിമിത്തമാം. ശോകം മോഹം സുഖം ദുഃഖം ജന്മം മരണം ഈ വക സൂക്ഷ്മദേഹാഭിമാനത്താൽ മാത്രം ജീവനു വന്നതാം. തെറ്റിദ്ധാരണാസഹജമാണ്. ശോകം മോഹം സുഖം ദുഃഖം ജന്മം മരണം ഈ വഹ സൂക്ഷ്മദേഹാഭിമാനത്താൽ മാത്രം ജീവനു വന്നതാം. ആകയാൽ കേവലം തോന്നും സംസാരം ഇത് അവാസ്തവം. ഇത് അവാസ്തവാണ്, ശരിയല്ലെന്നാ. ആകയാൽ കേവലം തോന്നും സംസാരം ഇത് അവാസ്തവം. സ്വപ്നത്തിലുളവാം ബുദ്ധിഭ്രമം എന്നതുപോലവേ. സ്വപ്നത്തിൽ ഞാൻ ഭ്രാന്തനായി കണ്ടു. ഞാൻ തന്നെയാണ് അനുഭവിച്ചത്. പക്ഷേ ഉണർന്നു നോക്കിയപ്പോൾ എനിക്കറിയാം ഞാൻ ഭ്രാന്തനല്ല എന്നുള്ളത്. അതേപോലെയാണിത്. ഇതിനേക്കാൾ നല്ല ഉപമയൊന്നുമില്ല. പ്രമോഷയിലേ. ആകയാൽ കേവലം തോന്നും സംസാരം ഇത് അവാസ്തവം. സ്വപ്നത്തിലുളവാം ബുദ്ധിഭ്രമം എന്നതുപോലെ
5-ാമത്തെ ശ്ലോകം എടുത്താൽ പൊന്നില്ല, എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. ബന്ധവും മോക്ഷവും ഒരാൾക്കെന്നതും യുക്തം ഉദ്ധവ. ഇതെങ്ങനെ ഉദ്ധവരെ? രണ്ടും ഒരാൾക്ക്. ഒരാൾ പറയണു ഞാൻ മോക്ഷവാനാണ്, അയാൾ തന്നെ പറഞ്ഞു ഞാൻ ബന്ധനാണ്, അല്ലേ? അപ്പോൾ ബന്ധവും മോക്ഷവും ഒരാൾക്കെന്നതും യുക്തം ഉദ്ധവ, രണ്ടും മനസ്സിനുളവാം അനുഭൂതി വിശേഷമാം. രണ്ടും മനസ്സിന് ഉളവാം അനുഭൂതി വിശേഷമാം. ഈശ്വരപാദാരവിന്ദത്തിൽ മനസ്സ് വെച്ചാൽ ഇവ ഒഴിവാക്കാം. മായയാൽ ആദ്യമേ തീർത്തേൻ വിദ്യയും ഞാൻ അവിദ്യയും. നോക്കൂ, മായയാൽ ആദ്യമേ തീർത്തൻ വിദ്യയും ഞാൻ അവിദ്യയും മോക്ഷവും ബന്ധവും ജീവൻ അരുളും രണ്ടു ശക്തികൾ. മായയാൽ ആദ്യമേ തീർത്തേൻ വിദ്യയും ഞാൻ അവിദ്യയും മോക്ഷവും ബന്ധവും ജീവൻ അരുളും രണ്ടു ശക്തികൾ. എന്നിട്ട് പറയണു ഞാൻ തന്നെയാം അംശജീവനുണ്ടാം ബന്ധം അവിദ്യയാൽ. അവിദ്യ ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാം അംശം ജീവനുണ്ടാം. ബന്ധം ഞാനാണ് ജീവൻ, പിന്നെ എനിക്കെങ്ങനെ ബന്ധം ഉണ്ടാവുക? വിദ്യയാൽ മോക്ഷവും രണ്ടും മായാവൃത്തികൾ മാത്രമാം. അപ്പോൾ ഞാൻ മായയ്ക്ക് അധീനമാണോ, വിദ്യയ്ക്ക് അധീനമാണോ? എന്നാ മോക്ഷം. മായയ്ക്ക് അജ്ഞാനത്തിന് അധീനമാണോ? അപ്പം ഞാൻ ദുഃഖം. എന്തിനാ ദുഃഖിക്കുന്നത് ചോദിച്ചാൽ ഉത്തരവില്ല. നമുക്ക് വിവരമില്ലായ്മ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരേ ചന്ദ്രനു സലിലോപാധി മൂലം അസംഖ്യമാം. വളരെ ശ്രദ്ധിക്കേണ്ട ഉപമ. ഒരേ ചന്ദ്രൻ ഒന്നേ ഉള്ളൂ ആകാശത്തിൽ. പക്ഷേ ഏതാനും പാത്രത്തിൽ ജലം വെള്ളം നിറച്ച് വെച്ചാൽ അത്രയും പാത്രത്തിൽ ഈ പ്രതിബിംബം കാണും. പാത്രം മാത്രമേ ഉള്ളൂ വിചാരിച്ചാലോ കാണില്ല, ജലം നിറഞ്ഞാൽ കാണും. അപ്പോൾ ഒരേ ചന്ദ്രനു സലിലോപാധി മൂലം അസംഖ്യവും പ്രതിബിംബവും ഓരോരോ വിധമാം വിഭ്രമാദിയും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലെ ജലം നമ്മൾ കൈകൊണ്ടെന്ന് ഇളക്കിയാൽ, ചില തിരമാലകളെ സൃഷ്ടിച്ചാൽ അതിൽ ചന്ദ്രൻ ഇളകുന്നതായിട്ട് തോന്നും, മറ്റുള്ളതിനൊന്നും ഇളകണമില്ല. അതാണ് ഈ വിഭ്രാന്തി എന്ന് പറഞ്ഞത്. ഒരേ ചന്ദ്രന് സലിലോപാധി മൂലം അസംഖ്യമാം പ്രതിബിംബവും ഓരോരോ വിധമാം വിഭ്രമാദിയും. കേൾക്കൂ ജീവേശ്വരന്മാർ തൻ ഭേദവും ചെറ്റു ചൊല്ലിടാം. കുറച്ച് ഞാൻ പറഞ്ഞുതരാമെന്നാണ് പറഞ്ഞത്. കേൾക്കൂ ജീവേശ്വരന്മാർ തൻ ഭേദവും ചെറ്റു ചൊല്ലിടാം. ഒരാൾക്ക് അഴൽ ഒരാൾക്ക് എന്നും ആനന്ദം ഇതുമാതിരി. ചിലവർ ദുഃഖിക്കണു, ചിലവർ ആനന്ദിക്കണു. ഒരാൾക്ക് അഴൽ ഒരാൾക്ക് എന്നും ആനന്ദം ഇതുമാതിരി. ഒരേ ദേഹത്തിൽ ഇരുമട്ടാർന്ന രണ്ടാളുകൾ വാഴുകയാം. സുഖി എന്ന് പറയുന്ന ആളും ദുഃഖി എന്ന് പറയുന്ന ആളും ഒരാളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇപ്പം എന്താ ദുഃഖമുണ്ടോ? ഇല്ല. ജ്ഞാനം വന്നപ്പോൾ ദുഃഖമില്ല. ജ്ഞാനം വരാത്ത സമയത്തോ ദുഃഖമുണ്ട്. ഒരേ ദേഹത്തിൽ ഇരുമട്ടാർന്ന രണ്ടാളുകൾ വാഴുകയാം. 2 വരി. 11-ാമത്തെ ശ്ലോകം. ഒരാൾ മരത്തിലെമ്മട്ടോ തുല്യർ ഈ 2 പക്ഷികൾ. ഒരു ആൽമരത്തിൽ നട്ടോ, ഒരാളല്ല, ഒരു ആൽമരത്തിൽ എമ്മട്ടോ തുല്യർ ഈ 2 പക്ഷികൾ. സഖാക്കൾ, സ്നേഹിതന്മാരായിരിക്കുന്ന 2 പക്ഷികൾ. തങ്ങൾ തൻ കൂട്ടിൽ അണിപ്പൊൻചിറകാർന്നവർ. തങ്ങൾ തൻ കൂട്ടിൽ അണിപ്പൊൻചിറകാർന്നവർ. ഒരാളതിൽ പ്രാകൃതമാം ശബ്ദരൂപാദിയാം ഫലം. ഉണ്ടും പലേതും സ്വപ്നം കണ്ടും ഉറങ്ങിക്കഴിയുന്നവൻ. ആ 2 പക്ഷിയിൽ ഒരാൾ എപ്പോൾ നോക്കിയാലും പ്രാകൃതമായിട്ട് ശബ്ദരൂപാദികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭ്രമിക്കുക. ഉണ്ടും കണ്ണിൽ കണ്ടതൊക്കെ കൊത്തി തിന്നുക, സ്വപ്നം കണ്ട് ഉറങ്ങിക്കഴിയുന്നവനാണ്. വേറൊരാളോ ഉന്മതില്ല അന്യനെന്നാലും അധികം ബലമാർന്നവൻ. മറ്റാൾക്ക് നല്ല ബലമുണ്ട്, എന്നാൽ അത് ഉണ്ണണില്ലേനും. അതാണ് ആത്മാവ്.
ഉന്മതില്ല അന്യനെന്നാലും അധികം ബലമാർന്നവൻ പ്രകൃത്യാദികളാം എന്നിവൻ നന്നായറിഞ്ഞവൻ. പ്രകൃത്യാദികളാം ആത്മാവെന്നിവൻ നന്നായറിഞ്ഞവൻ. ഇവൻ സംഗതി മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് അയാൾക്ക് യാതൊരു ക്ഷോഭവുമില്ല. വരണം മാതിരി കാണാം. പറഞ്ഞ വിഷയമാണ്. മറ്റോൻ ആത്മാവിനെപ്പറ്റി വിചാരം പോലും എന്നിയേ. സദാസമയത്തും ഉണ്ണും ചെയ്യുക ഉറങ്ങും ചെയ്യുന്നവൻ ആത്മാവിനെപ്പറ്റി അറിയില്ല. അപ്പോൾ പറഞ്ഞു മറ്റോൻ ആത്മാവിനെപ്പറ്റി വിചാരം പോലും എന്നിയേ. വിപ്രൻ ഞാൻ കൃശൻ ഈ വണ്ണം ശരീരം മാത്രമോർപ്പവൻ. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ഞാൻ ഈർക്കലി പോലെയാണ്, ഞാൻ തടിച്ചവനാണെന്നുള്ളതൊക്കെ ശരീരത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഭാഷ്യങ്ങളാണ്. ശക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. അപ്പോൾ വിപ്രൻ ഞാൻ കൃശൻ ഈ വണ്ണം ശരീരം മാത്രമോർപ്പവൻ. ആത്മാവിനെ തിരസ്കരിച്ചു എന്നർത്ഥം. ഈ മട്ട് അവിദ്യയാൽ സ്വപ്നം കാണുവോൻ നിത്യബന്ധനും. ഇപ്പം എന്താ മനസ്സിലായത്? ഈ മട്ട് അവിദ്യയാൽ സ്വപ്നം കാണുവോൻ നിത്യബന്ധനും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, സ്വപ്നം കാണാണ്ട് എങ്ങനെ ജീവിക്കുക? അവിടെയാണ് ഡോക്ടർ അബ്ദുൽ കലാം സാറ് അത്യാവശ്യം ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയും, ജാഗ്രത അവസ്ഥയിൽ സ്വപ്നം കാണൂ, ഞാൻ ഇന്ന ആളായി തീരണം എന്ന് നമ്മൾ മനസ്സിൽ പ്രഖ്യാപിക്കണം, എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ കുട്ടിക്കാലത്ത് പഠിക്കാൻ മോശമായിരുന്നു. പാട്ടം പിരിക്കാൻ പോകും അച്ഛൻ്റെ ഒപ്പം. അതിലാണ് താല്പര്യം. എന്നാൽ ആരെയും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, കിട്ടാനുള്ള മുതൽ വാങ്ങുക, തല്ലുക, പിടിക്കുക, അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛനെ പോലെ ആവണം. അതെങ്ങനെയാണ്? അച്ഛൻ വലിയൊരു വാഗ്മിയായിരുന്നു. അമ്പലത്തിൽ വരുന്ന സാത്വികന്മാരോടൊക്കെ നന്നായി സംസാരിക്കും. എല്ലാവർക്കും ശാന്തിയും സമാധാനവും. അപ്പം ഞാൻ ഒരു ഇൻക്വിസിറ്റീവ്നെസ് നമുക്ക് ഉണ്ടാവുകയാണ്. ഇവരെന്താണ് സംസാരിക്കുന്നത്? അപ്പം നമുക്ക് മനസ്സിലാവണത് ഒന്നല്ലെങ്കിൽ രാമായണം അല്ലെങ്കിൽ ഭാഗവതം, ഇത്രയേ ഉള്ളൂ. മഹാഭാരതം, അത് പിന്നെ രാമായണവും മഹാഭാരതം രണ്ട് ഇതിഹാസങ്ങളാണ്, മറ്റത് പുരാണമാണ്, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ ഈ ഗോപാലൻ നായർ അദ്ദേഹം 8 വോള്യം എഴുതിയ കൂട്ടത്തിൽ ചെന്തമിഴ് ലിപിയിൽ ശ്ലോകവും വാക്കുകളുടെ അർത്ഥവും ഭാവാർത്ഥവും കൊടുത്തുള്ള ബുക്കാണ് അദ്ദേഹം വായിച്ചിരുന്നത്. അതൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു കൊശത്തമിഴാണ്, പാലക്കാടൻ തമിഴ്. അത് വെച്ച് വീക്കും. അച്ഛനോട് തമിഴും അമ്മയോട് മലയാളവും, അങ്ങനെയാണ്. പക്ഷേ കാലാന്തരത്തിൽ ഞാൻ വിജയിച്ചു. എങ്ങനെ? വളരെയധികം ബുദ്ധിമുട്ടി വായിച്ചും പിടിച്ചും. കാരണം വിദ്യാഭ്യാസം മോശമായിരുന്നു. അപ്പോൾ ഭഗവത് മഹിമ അല്ലാണ്ട് വേറൊന്നും നമ്മളെ സഹായിക്കാനില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ ബാക്കി ആരെന്തു പറഞ്ഞാലും എനിക്കതിൽ ഭ്രമില്ലാതെ ഉണ്ടായി. ഇനിയാണ് ഈശ്വരൻ്റെ മഹിമ. എല്ലാവരും എന്നെയും ഭാര്യയെയും നിശിതമായി വിമർശിച്ചിരുന്നു. അവരുടെ ഒരു ഭക്തി. പക്ഷേ ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചു. എങ്ങനെ? കുട്ടികളെ നന്നാക്കി തന്നു. പിന്നെന്താ വേണ്ട? പിന്നെ ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫാണ്, മര്യാദ പെൻഷനും ഉണ്ട്. മഹാവ്യാധി വരാതെ കണ്ടിരുന്നാൽ തർക്കമില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. ഏതൊക്കെ ജന്മത്തെ ബാക്കിയുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, നമ്മൾ എന്താ ആഗ്രഹിക്കണോ അതായിത്തീരുന്നുള്ളത് ഉറപ്പാണ്. അതായിത്തീരും. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരാളതിൽ അപ്പോൾ പറഞ്ഞു മറ്റേൻ ആത്മാവിനെപ്പറ്റി വിചാരം പോലുമെന്നിയേ. വിപ്രൻ ഞാൻ കൃശൻ ഈ വണ്ണം ശരീരം മാത്രമോർപ്പവൻ.
ഈ മട്ട് അവിദ്യയാൽ സ്വപ്നം കാണുവോൻ നിത്യബദ്ധനും വിദ്യാപ്രകാശമാർന്നേറെ മിന്നുവോൻ നിത്യമുക്തനും. ആളൊന്നു തന്നെയാണ്. എപ്പോഴാണ് അവിദ്യ കൊണ്ട് സ്വപ്നം കാണുന്നത്? അപ്പോൾ ബദ്ധനായി. വിദ്യാപ്രകാശം ആർന്ന് ഏറെ മിന്നുന്നവനോ നിത്യമുക്തനുമായി. ഇത്രയേ ഉള്ളൂ. മുക്തൻ ദേഹത്തിൽ വാണാലും അവിടെ വാഴുകയല്ലവൻ. മുക്തനും ദേഹമുണ്ട്, പക്ഷെ അവൻ നെവർ മൈൻഡാണ്. ശരീരത്തെ പറ്റി അവന് പ്രശ്നമല്ല. വാഴുകയല്ലവൻ ദേഹത്തിൻ കാര്യമല്ലോർപ്പത് ആത്മചിന്തയിൽ മഗ്നനാം. ആത്മാവിനെ ചിന്തിച്ചിരിക്കണവന് ശരീരം എങ്ങനെയായാലും പ്രശ്നമില്ല. അത് ഭഗവാൻ നോക്കിക്കോളും. ഇപ്പോൾ എന്നെ വളരെയധികം സ്നേഹിക്കും ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പറയും ക്ഷീണമുണ്ട്, ശ്രദ്ധിക്കണില്ല എന്നൊക്കെ പറയും. ഞാൻ ശരിയെന്ന് പറയും. എന്നാൽ അവരോട് എനിക്ക് മതിപ്പില്ലാത്തതുകൊണ്ടല്ല. ശരീരധർമ്മം വേറെ, ആത്മധർമ്മം വേറെ. നമ്മൾ എത്ര ശ്വാസം ഇഴുക്കണം, എപ്പോൾ തളരണം എന്നുള്ളത് പ്രീഡിസ്റ്റൈൻഡാണ്. അതിങ്ങനെ എപ്പോഴും വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തളർന്നാൽ തളർന്നു, അത്രയേ ഉള്ളൂ. പ്രമോഷമുണ്ടോ? അപ്പം മുക്തൻ ദേഹത്തിൽ വാണാലും അവിടം വാഴുകയല്ലവൻ ദേഹത്തിൽ കാര്യമല്ലോർപ്പത് ആത്മചിന്തയിൽ മഗ്നനാം. അപ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവും. പിന്നെയോ ഉണർന്നവൻ സ്വപ്നദേഹത്തിങ്കലല്ലാത്ത മാതിരി. ഉണർന്നവൻ സ്വപ്നദേഹത്തിലല്ലാത്ത മാതിരി ആവേശമില്ല അവനേതും ശരീരാനുഭവങ്ങളിൽ. പല്ല് പോയോ? സാരമില്ല, വെക്കണ്ടേ? വേണ്ട. ആരെ ബോധിപ്പിക്കാൻ? ഇതേവരൊക്കെ കടിച്ച് ചമച്ച് കഴിച്ചില്ലേ, മതി. അപ്പോൾ ബദ്ധൻ ദേഹത്തിലല്ലെങ്കിൽ പോലും ദേഹത്തിൽ വാഴുകയാം. ആത്മാവാണെങ്കിലും ദേഹധ്യാനം മൂലമതായവൻ. അതിനു മുമ്പ് പറഞ്ഞു ഉണർന്നവൻ തിങ്കലല്ലാത്ത മാതിരി ആവേശം ഇല്ല അവനേതും ശരീരാനുഭവങ്ങളിൽ ഇല്ലെന്നാ. ശരീരാനുഭവങ്ങളിൽ പുല്ലാണേ എന്ന് വിചാരിച്ച് പറയാം. ബദ്ധനോ ദേഹത്തിൽ അല്ലെങ്കിൽ പോലും ദേഹത്തിൽ വാഴുകയാം. ആത്മാവാണെങ്കിലും ദേഹധ്യാനം മുതലായവൻ. ദേഹത്തിനെയാണ് ധ്യാനിക്കണ അയാൾ, അവിടെയാണ് പ്രശ്നം. എന്നിട്ടോ സ്വപ്നദേഹത്തിലല്ലെങ്കിൽ പോലും അങ്ങാണുറങ്ങുവോൻ അവിടം കാൺമതാം നേരെന്നോർത്തുകൊണ്ടേ ശയിക്കയാം. ശരീരം ക്ഷീണിക്കുമ്പോൾ കാണുന്നൊരു സ്വപ്നമുണ്ട്, അതല്ല ശരി. പിന്നെ ഏതാ ശരി? ഉണർന്നിരിക്കുമ്പോൾ ഞാൻ ആരാവണം എന്ന് നമ്മളൊരു തീരുമാനം എടുക്കും. ജാഗ്രതാവസ്ഥയിലുള്ള സ്വപ്നം, അതാണ് ശരി. അവിടം കാൺമതാം നേരെന്നോർത്തുകൊണ്ടേ ശയിക്കയാം. ഇന്ദ്രിയങ്ങളതാതിൻ്റെ രൂപാതി വിഷയങ്ങളിൽ വർത്തിക്കലും മനസ്സേതും ഇളകാം മുക്തനാവുകിൽ. മുക്തനാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അടി തെറ്റിയാൽ ആനയും വീഴും പറയും. ലൗകികത്തിലുള്ളവന് അടി തെറ്റുകൊണ്ട് തന്നെ ഇരിക്കും, മറ്റവന് പേടിക്കേണ്ട ആവശ്യമില്ല. കാൺമൂ ഞാൻ കേൾപ്പൂ ഞാൻ ഈ മട്ടഹങ്കാരമെയന്നിടാ. എനിക്കൊക്കെ അറിയാം എന്ന് പറയരുത് ഒരാളോട്. എനിക്കൊക്കെ അറിയാമെന്ന് പറയരുത്. ഞാനൊക്കെ കണ്ടു എന്ന് പറയരുത്. ഞാനൊക്കെ കേട്ടു എന്നും പറയരുത്. പറഞ്ഞോ? കാൺമൂ ഞാൻ കേൾപ്പൂ ഞാൻ ഈ മട്ട അഹങ്കാരമെയന്നിടാ. കർമാധീന ശരീരത്തിൽ ഇന്ദ്രിയത്തിൻ പ്രവൃത്തിയിൽ. കർമ്മത്തിൻ്റെ അധീനമായിരിക്കുന്ന ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയാണ്. നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ചിലത് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഞാനാം ചെയ്യുവതെന്നോർത്ത് വിമൂഢൻ ബദ്ധനാകയാം. ഞാനാടോ ഇതൊക്കെ ചെയ്തത് എന്ന് തള്ളിയാൽ അവന് നമുക്കൊരു പേരിടാം, വിമൂഢൻ. കിടപ്പ്, ഇരിപ്പ്, കുളി, ഊൺ, ദർശന, ശ്രവണാദിയിൽ
ആസക്തി വിട്ടു അനുഭവിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ സാക്ഷിയായി അഖിലം കണ്ടു വാഴുകയാം മുക്തനായവൻ. മുക്തനായവൻ എന്താ ചെയ്യണത്? ആസക്തികൾ വിട്ടിട്ട്, ഒന്നിലും ആസക്തിയില്ല, ആസക്തി വിട്ട് അനുഭവിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ സാക്ഷിയായി അഖിലം കണ്ടു വാഴുകയാം മുക്തനായവൻ. ദേഹത്തിൽ വാഴിലും വിദ്വാനതിൽ ദോഷങ്ങളാർന്നിടാ. ഇതാണ് നാരായ പേര് ശാസ്ത്രത്തിൻ്റെ. ദേഹത്തിൽ വാഴിലും വിദ്വാനതിൽ ദോഷങ്ങളാർന്നിടാ. വ്യാപ്യധർമ്മങ്ങളേൽക്കുന്നില്ല ആകാശാദികൾ പോലവേ. എത്രയോ പക്ഷികൾ, എത്രയോ പ്ലെയിനുകൾ, എത്രയോ ഭൂകമ്പങ്ങൾ, സുനാമികൾ വന്നു, ഒന്നും ആകാശത്തിനെ മലിനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതാണ് സത്യം, പ്രമോഷയം. അപ്പം ദേഹത്തിൽ വാഴിയിലും വിദ്വാനതിൽ ദോഷങ്ങളാർന്നിടാ. വ്യാപ്യ ധർമ്മങ്ങളേൽക്കുന്നില്ല ആകാശാദികൾ പോലവേ. ആമട്ട് അനാസക്തി മൂലം വിളങ്ങിയിടുന്ന ബുദ്ധിയിൽ, ആമട്ട് അനാസക്തി മൂലം വിളങ്ങിയിടുന്ന ബുദ്ധിയിൽ ഞാനിങ് ഇന്നവനാം കർമാധീനനാം പരതന്ത്രനാം. എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയാം, കർമ്മത്തിന് അധീനനാണെന്ന് വിചാരിക്കുക, അതൊക്കെ തെറ്റാ. അഥവാ പരമാത്മാവ് തന്നെ അല്ല അതങ്ങിനെ. സത്യത്തിൽ നമ്മൾ പരമാത്മാക്കളല്ലേ? അതെന്തുകൊണ്ട് മനസ്സിലാക്കണില്ല? ഇത്തരം ശങ്കയെല്ലാം വിട്ട് അഖണ്ഡജ്ഞാനമാർന്നവൻ, ഖണ്ഡിക്കപ്പെടാൻ പറ്റാത്ത അറിവോടുകൂടി സ്വപ്നത്തിൽ നിന്നുണർന്നോൻ പോൽ ഇവൻ മറ്റേവൻ ഈ വിധം 100,000 ഭേദം തീരെ വിട്ടുല്ലസിക്കയാം. രണ്ടാളും രണ്ട് തരത്തിലാണ് പറഞ്ഞത്. സ്വപ്നത്തിൽ നിന്നുണർന്നോൻ പോൽ ഇവൻ, അവിടെ കോമ, മറ്റേവൻ ഈ വിധം 100,000 ഭേദം തീരെ വിട്ടുല്ലസിക്കാം. അതായത് മുക്തൻ ഉല്ലസിക്കും, ബദ്ധൻ ദുഃഖിക്കും. അപ്പോൾ ഇന്നലെ സമയം ഞാൻ ഭാഗവതം 21 മിനിറ്റാക്കി, ശ്രീകൃഷ്ണകഥാമൃതം വലുതാക്കി. ഇന്ന് ശ്രീകൃഷ്ണകഥാമൃതം ചെറുതാക്കി, ഭാഗവതം 30 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു ടൈം മാനേജ്മെൻറ്റാണ് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ അമ്പലത്തിൽ 20 ദിവസം നീണ്ടു നിൽക്കുന്ന എന്താ പറയുക, കളമെഴുത്തുപാട്ട് നടക്കുകയാണ്. അപ്പോൾ ദീപാരാധന കഴിഞ്ഞാൽ പിന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് കിട്ടിയ സമയം വെച്ച് അലക്കുകയാണ് മനുഷ്യയിലെ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.